നല്ല വാഴൻ്റെ ഇലയിൽ ഉള്ളിൽ തേങ്ങാപ്പാലിന്റെ മസാലയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഫിഷ് പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ. മീൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ വാട്ടിയെടുക്കണം. ഇത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും. അതിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം. നല്ല രസം. ഭയങ്കര ചൂടുണ്ട്, എന്നാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം. വായിൽ കപ്പലോടുന്നൊക്കെ കേട്ടിട്ടില്ലേ? എൻ്റെ അമ്മ, ഇത് ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ഇതാ ഇപ്പൊ വോയിസ് ഓവർ കൊടുത്തപ്പം പോലും ആ കപ്പല് എന്റെ വാക്കോട് ഓടും. ഒരു പറ ചോറുണ്ടാന്ന്. മീനിന്റെ പേര് ഞാൻ മറന്നു. ഏത് മീൻ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാകും. ഇങ്ങനത്തെ കഷ്ണമീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. മസാല തേച്ചേക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഫിഷ് മസാല, മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടിയും ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും മാറ്റിയേക്കാം. ഇമ്മ എനിക്ക് വായൻ്റെ ഒക്കെ പറിച്ചു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ മീനൊന്ന് പൊരിച്ചെടുക്കുക. അങ്ങനെ എന്റെ മീൻ നല്ലോണം മുരിഞ്ഞു വന്നു. ഇനി നമുക്ക് മസാല സെറ്റ്. വെളിച്ചെണ്ണയ്ക്ക് ചെറുള്ളിയും പച്ചമുളകും ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വെള്ളുള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ മല്ലിയിലയും വേപ്പിലയും, ഫിഷ് മസാല, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ചെറുതാക്കി അരിഞ്ഞ തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നാരങ്ങന്റെ നീരൊഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് വാഴൻ്റെ ഇലയിൽ ഉപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഞാനിവിടെ നൂലുകൊണ്ടാണ് കെട്ടണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴൻ്റെ ഇലന്റെ നാര കൊണ്ടും കെട്ടാം. ആദ്യം 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിക്കുക. തിരിച്ചിട്ടിട്ട് വീണ്ടും 10 മിനിറ്റ് ലോ ഫ്ലെയിം. വെളിച്ചെണ്ണയിൽ വാട്ടണേ. അപ്പൊ ഓക്കെ.